എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇത് HDP ഗ്രോ ബാഗിൽ നട്ട ജർജീറാണ്. ജർജീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്ന ജർജീർ. ഒരു നോണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ധാരാളമായിട്ട് ജർജീറിന്റെ ഇലകൾ കഴിക്കും. പിന്നെ ജർജീറിന്റെ ഇലകൾ നമുക്ക് സലാഡായിട്ടും സാൻഡ്വിച്ചിലും ബർഗറിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ജർജീർ. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ജർജീർ. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ കണ്ട ഇതേപോലെ നമുക്ക് HDP ഗ്രോ ബാഗിലൊക്കെ നട്ട ഇത് ഒരുപാട് തൈകളുണ്ട്. കണ്ട നമുക്ക് വെറുതെ നമ്മ ഇങ്ങനെ പാകി ഇതാണ് പറിച്ചു നട്ടതൊന്നുമല്ല, നേരിട്ട് പാകി മുളപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബാഗിൽ നട്ട് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള ജർജീർ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. കണ്ട ഇതൊക്കെ ഇപ്പൊ വിളവെടുക്കാനായ ജർജീറിന്റെ ഇലകളാണ്. അപ്പൊ ഒരുപാട് പേരാണ് ഇപ്പൊ ജർജീർ ആവശ്യപ്പെടണത്. ഞാൻ ഒരുപാട് പേർക്ക് ജർജീറിന്റെ സീഡൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിന്റെ കൃഷി രീതിയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യണമുണ്ട്. അപ്പൊ നമുക്ക് ഈ പറിച്ചു തരേണ്ട ആവശ്യമില്ല. ജർജീർ നമുക്ക് നേരിട്ട് ഇതേപോലെ ചട്ടികളിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് കൊടുത്താൽ മതി. അടിയിൽ നന്നായിട്ട് നമ്മ ചാണകപ്പൊടി ജൈവവളം മാത്രം അടിയിൽ ഇട്ടാൽ മതി. നമ്മ ഏത് ഇതിനും ജൈവവളം മാത്രം കണ്ട നമ്മ ഇവിടെ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മണ്ണും കൂടെ കണ്ട ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാല് ഇതേപോലത്തെ പൂഴി മണ്ണാണല്ലോ, അത് മാത്രമാണ് ഇട്ട് കൊടുത്തേക്കണത്. നല്ല രീതിയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണോട്ടാ ജർജീർ നടാനായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വളരുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നീണ്ടു പോയിട്ട് ആരോഗ്യം ഇല്ലാണ്ട് പെട്ടെന്ന് പൂവിടും. അപ്പൊ ജർജീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂവിടണേക്ക് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോഴാണ് അതിന് ഗുണം കൂടുതലുള്ളത്. പിന്നെ പൂവിട്ട് കഴിഞ്ഞാൽ ഇതിന് ഗുണം കുറയുകയും ചെയ്യും, ഇലകളും കുറവായിരിക്കുള്ളൂ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യണതനുസരിച്ച് ഇതിന് ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ട ജർജീറിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ മുളക്കും. നമ്മൾ കൊടുക്കണ വിത്തുകളൊക്കെ ഒരു വിത്തില്ലാണ്ട് എല്ലാം തന്നെ മുളക്കും. ഇതേപോലെയാണ് ജർജീറിന്റെ ഇലകൾ ഇരിക്കണത്. കണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ ഇലകളാണ്. നമുക്ക് വെറുതെ കഴിക്കാനും സലാഡായിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മ ഭക്ഷണമൊക്കെ നമ്മ നോണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മ ഈ ഇലകളൊന്നും കഴിക്കൂല, നമ്മ നോണ് മാത്രം കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നത്. അപ്പൊ നമ്മ നോണൊക്കെ കഴിച്ചവരെന്തായാലും ഈ ജർജീറൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ഡെയിലി സലാഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെ ധാരണ ജർജീറൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നാണ്. കാരണം എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ജർജീറൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. ഇത് വിദേശത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, അവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാന്നൊക്കെ പറയണത്. പക്ഷെ നമ്മുടെ നാട്ടില് നമ്മ പരിശ്രമിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ ലീഫി ആയിട്ടുള്ള നമുക്ക് സലാഡിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ഇലകളും ചെടികളും നമുക്ക് ഇതേപോലെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയാണ്. കാരണം ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെയാണ് ഇതൊക്കെ പിടിക്കാണ്ടിരിക്കേണ്ടത്. കാരണം ഉപ്പ് പ്രദേശവും പിന്നെ മണ്ണില് ഉപ്പിന്റെ അംശമൊക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഈ വൈപ്പിങ്ങര എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ നന്നായിട്ട് വളരുമെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് നന്നായിട്ട് ഇതേപോലെ വളർത്താൻ പറ്റും. കണ്ട ഒരു ചെടിയുമ്പോൾ തന്നെ നിറച്ച ഇലകൾ ഉണ്ടാവും. കണ്ട ഇഷ്ടം പോലെ ഇലകൾ ഉണ്ടാവും. നമുക്ക് ഇലകൾ മാത്രം കട്ട് ചെയ്യാൻ പുതിയ 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 ഇലകൾ വന്നുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ജർജീർ നടരുത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണോട്ടെ. ജർജീറിന് നല്ല വെള്ളം വേണ്ട ചെടി തന്നെയാണ്. കണ്ട നമുക്കപ്പ ഇതേപോലെയാണ് നമ്മ ഇത് വിളവെടുക്കേണ്ടത്. നമ്മ കണ്ട ഇതേപോലെ വിളവെടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഡെയിലി ഇതേപോലെ വിളവെടുക്കാം. പുതിയ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് അധിക സ്ഥലവും വേണ്ട. പിന്നെ നമുക്ക് പരിചരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മ ഒറ്റ ബാഗിൽ തന്നെ നമുക്ക് പരിചരിക്കാനായിട്ട് എളുപ്പമാണ്. കണ്ട ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് നാള് നമുക്ക് വിളവെടുക്കാം. പിന്നെ മഴക്കാലത്ത് ഒരു പ്രശ്നമുണ്ട്, മഴ അധികം കൊള്ളാൻ പാടില്ലട്ടെ ജർജീറിന്. അപ്പൊ ഇപ്പാന്ന് പറഞ്ഞാൽ ജർജീറും ഒക്കെ നടാൻ പറ്റിയ ഒരു ടൈമാണ്. പിന്നെ മഴക്കാലത്താണെങ്കിൽ നമുക്ക് മഴമറ ഉള്ളവർക്ക് മഴമറയിൽ വെക്കാം, അല്ല എങ്കിൽ മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെക്കാം. അധികം വെള്ളം കൊണ്ടു കഴിഞ്ഞാല് ജർജീറിന്റെ ഇലകള് കേടായി പോവും. അപ്പൊ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ജർജീറൊക്കെ കൃഷി ചെയ്യുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മ മഴ കഴിഞ്ഞ അപ്പൊ തന്നെ വിത്തിടാൻ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങക്ക് മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെക്കാം. അപ്പൊ എപ്പോഴും
ചട്ടികളിലൊക്കെ ആയിരിക്കും നല്ലത്. താഴെ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് ഇത് മാറ്റി വെക്കാനായിട്ട് പ്രയാസമായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് മഴ വരുന്നതനുസരിച്ച് നമുക്ക്, പിന്നെ ഇടമഴകൾ ഇപ്പൊ നമുക്ക് ഇടക്കിടക്കും അതൊന്നും കൊണ്ടാലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടാ. പിന്നെ നമുക്ക് ഇലകളിലൊന്നും വെള്ളം നനക്കുമ്പോൾ ഇലകളിൽ വെള്ളം വീണാലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കൂടുതലായിട്ടുള്ള മഴ കിട്ടൂല, ആ ടൈമിൽ മാത്രമുള്ള ഒട്ട പ്രശ്നം. അപ്പൊ കണ്ട, ഇതേപോലെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ജർജീറൊക്കെ കഴിക്കാം. ജർജീറൊക്കെ എല്ലാവരും വിത്തുകളൊക്കെ ഇന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മുടെ വീട്ടിലെല്ലാവരും ജർജീറൊക്കെ നട്ടുപിടിപ്പിക്കണം. ഇതിന്റെ വിത്തുകൾ എന്ന് വെച്ചാല് ചെറിയ ഒരു പൊടി പോലത്തെ വിത്തുകളാണ്. നിങ്ങൾ വിചാരിക്കും ആ വിത്തുകളിൽ നിന്നിട്ടാണോ മുളക്കണേന്ന്? അത്രയും പൊടിയാണ് ഇതിന്റെ വിത്തുകള്. പക്ഷെ എല്ലാ വിത്തുകളും തന്നെ മുളക്കണ വിത്തുകളാണ്. അപ്പൊ എല്ലാവരും ജർജീർ നടാ. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയതാണ് ജർജീർ. നട്ട് കഴിഞ്ഞാൽ ഒരു മാസം മതി വിളവെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ജർജീറൊക്കെ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.